കൃത്യമായിട്ട് ഗവൺമെന്റ് നടപടിയെടുക്കും. അന്വേഷണം നടത്തി റിപ്പോർട്ട് വന്നു. റിപ്പോർട്ടിൽ ചില സാങ്കേതികത്വമുണ്ട്, നമുക്കറിയാമല്ലോ. നേരത്തെ പറഞ്ഞ സോണിയ മൽഹാറിന്റെ ഭർത്താവ് പിന്തുണ കൊടുത്തതുപോലെ പലരും കുടുംബമായിട്ട് രഹസ്യ സ്വഭാവത്തിൽ കൊടുത്ത മൊഴിയാണ്. അത് പൊതുസമൂഹത്തിലേക്ക് ഇതുപോലെ വലിച്ചിട്ടുകൊണ്ട് വീഴ്പ്പലക്കാൻ തുടങ്ങിയാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ധാരാളം പലതരം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ കൃത്യമായി പഠിച്ച് ആ പഠനം നടത്തിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണല്ലോ വിവരാവകാശ കമ്മീഷൻ പോലും നിശ്ചിത പേജുകൾ ഒഴിവാക്കിയാണ് പുറത്തുവിടാൻ സമ്മതം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഗവൺമെന്റ് ഇടപെടട്ടെ, കാര്യങ്ങളെ കുറിച്ച് മുന്നോട്ട് പോട്ടെ. ഇവിടെ പ്രധാനമായിട്ട് വേണ്ടത് ഇതിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന നടിമാര് അവര് പോലീസിൽ രഹസ്യമായി പരാതി കൊടുക്കട്ടെ. ആ പരാതി കൊടുക്കാൻ തയ്യാറില്ല, ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുള്ളൂ, ഞങ്ങൾ അത് എന്ത് കാര്യം? ഇത്തരം ആളുകളെ സിനിമാ രംഗത്ത് നിന്ന് നിഷ്കാസനം ചെയ്യണമെങ്കിൽ അവരുടെ പേരിൽ കേസ് വരണം. അവരെ രഞ്ജിത്തിനെതിരെ ശ്രീലേഖ അല്ല, ശ്രീലേഖ മിത്രയെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ചാനലുകളിൽ ഞാൻ കൃത്യമായിട്ട് അവരെ പിന്തുണച്ചുകൊണ്ട് തന്നെ പറഞ്ഞാലാണ്. രഞ്ജിത്ത് രാജിവെക്കണമെന്ന് പരസ്യമായി നിലപാടെടുത്ത ഒരാളാണ് ഞാൻ. അവരെ അല്ല, ശ്രീലേഖ മിത്ര അവരെ ബഹുമാനിക്കുന്നു, കൃത്യസമയത്ത് ഇടപെട്ടു. ഒരു കാര്യം സലീം സാർ, ഒരൊറ്റ കാര്യം ഞങ്ങൾ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഇതിനു മുന്നേ പല വിവാദമായ കേസുകൾ വന്നു. പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട കേസ് അടക്കമുണ്ട്. എന്ത് തെളിവ്, ഇനി എന്താണ് വലിച്ചു നീട്ടുക? എത്രയോ നാളുകളായി ഒന്നും സംഭവിച്ചില്ല. അതുപോലെ എത്രയോ ഇരകൾ. ഇത് മാത്രമല്ല, ഇത് തുടക്കം ഇതിന് മുന്നേ ഉണ്ടായ കേസിലൊക്കെ നമ്മൾ എത്ര വർഷം കഴിഞ്ഞു സാർ? ഒരു കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കാൻ 6 മാസത്തിനകം ചെയ്തു തീർക്കേണ്ട ഒരു കാര്യത്തിന് 1.5 കോടി ചിലവാക്കി സാർ. ഇത്ര വർഷം പോയില്ലേ സാറ്? നമ്മൾ വേറെ ഒന്നുമല്ല, സർക്കാരിനെ ബ്ലെയിം ചെയ്യുക ഒന്നുമല്ല. നിലപാടുകൾ ഇത്രയും നീണ്ടുപോയാൽ നമ്മളെ നമ്മളെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകയ്ക്ക് വർഷങ്ങളുള്ള ആ പെൺകുട്ടിക്ക് ഇപ്പൊ എത്ര പേര് അതിനകത്ത് പരാതിപ്പെട്ടിട്ടുണ്ട്? ഈ 4 വർഷത്തിനകത്ത് എത്ര പേര് അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും? സാർ ഒരു സെക്കൻഡ് സാർ. ഈ 4 വർഷത്തിനകത്ത് ഒരു 6 മാസം കൊണ്ട് റിപ്പോർട്ട് പൂർണ്ണമാക്കുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ മുമ്പിൽ വരികയും നിയമ നടപടികളിലേക്ക് പോവുകയും ചെയ്തിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ 4 വർഷത്തിന്റെ ഇടയിൽ എത്ര പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും? എത്ര പേര് ഡിപ്രഷനിലേക്ക് കാലഘട്ടം 4.5 വർഷം ഈ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് എത്രയോ പേരുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്.